12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഒരു കാവലും ഇല്ല. ആ നിമിഷം അങ്ങർക്ക് പോലീസിനെ വിളിക്കാൻ പറ്റുമായിരുന്നു. വിളിച്ചില്ലല്ലോ. അതാണ് കർണേട്ടൻ. അതെ, വിളിച്ചില്ല. ഇനിയിപ്പൊ നമ്മളെ 4 ആളെയും വിളിച്ച് പോലീസിനെ റെഡിയാക്കി നിർത്തി തല്ലി ചമ്മന്തി ആക്കാനാവും. എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും ആള് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും. താനെന്താ ഈ അവണക്കണ്ണ കുടിച്ച പോലെ? എന്തു പറയാനാ, കള്ളനായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവനെന്താ അവകാശം? ശരിയാണ്, കള്ളന്മാർക്ക് വലുത് സ്നേഹമല്ല, പൈസ തന്നെ. അബു, നമ്മളാരും ജനിച്ചത് കള്ളന്മാരാവാനല്ലോ. പക്ഷെ എന്താ ചെയ്യാ, ആയി പോയില്ലേ. ആയ സ്ഥിതിക്ക് അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇനി ഇപ്പൊ അയാൾ എത്ര വിളിച്ചാലും അങ്ങോട്ട് പോണ്ട. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന കർണേട്ടനാ. പക്ഷേ അവിടെ നീതുവും കൂടി ഉണ്ട്. അവള് വരുമോന്ന് ചോദിച്ചു. നിങ്ങളുടെ സംഭവം നോക്കാതെ നമ്മൾ എല്ലാവരും ചെല്ലുമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തു. അവൾക്ക് വേണ്ടിയല്ല, അവളുടെ ഡാഡിക്ക് വേണ്ടി. അതെ, എനിക്ക് ഈ 2 കാലും കയ്യേ ഉള്ളൂ. അതങ്ങോട്ട് തല്ലി ഒടിച്ച് അയാളുടെ കയ്യിലാണ് കൊടുത്താ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്കത് ഓർക്കുമ്പോ പേടിയാവുക. ഏതായാലും അത്രയുടെ വരെ ഒന്ന് പോയി നോക്കാം. ലോകം കണ്ട മനുഷ്യനല്ലേ, പോയാ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ? ഗുണം കിട്ടും. പോയാൽ ഒരു കാര്യം ഉറപ്പാ, 4 മയ്യത്ത് റെഡിയാവും. അങ്ങനെ സംഭവിച്ചാൽ ബാലു ചത്തിട്ടേ രണ്ടാമതൊരാൾ ചാവും. നമ്മൾ 4 പേരും ഒരു ശരീരവും ഒരു മനസ്സുമാണെന്നാണ് ഞാൻ കരുതിയത്. വരുന്നവർക്ക് എന്നോടൊപ്പം വരാം. ഏതായാലും ഞാൻ പോവും. എന്ത് പറയുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറ്റെന്ത് തൊഴിൽ ചെയ്യാനാണ് സാർ? നല്ല ചോദ്യം. ലോകത്തെല്ലാരും ജീവിക്കാൻ വേണ്ടി ഈ തൊഴിലാണോ ചെയ്യുന്നത്? പറഞ്ഞ അബദ്ധാവോ എന്തോ? അതുറപ്പാണല്ലോ. ഒക്കെ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? 3 തലമുറയായിട്ട് ഞങ്ങൾക്ക് ഈ മോഷണത്തിന്റെ ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വേണ്ട, മൂപ്പർക്ക്. നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. പറയണം. അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ട് വേറൊരു തൊഴിലിൽ ഏർപ്പെടാന്ന് വെച്ചാ എങ്ങനെയാ നടക്കുക? അത് ശരിയാ, നായ നടുക്കാരിൽ ചെന്നാലും ശരി, അത് നക്കിയേ കുടിക്കുള്ളൂ. എന്ന് പറഞ്ഞ റൊക്കി ഒരു നക്കിയാണെന്നല്ലേ നീ പറഞ്ഞത്? നീയും കള്ളനാ, അത് മറക്കണ്ട. ഒന്നും മിണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാകട്ടെ ബാലു, ഇവിടെ ഇല്ലാത്തതാ. നീത് ഇവിടെ ഉള്ളപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ചുരുക്കം ചില അവധി ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞാ ബാക്കി സമയം വെറുതെ ഇങ്ങനെ ചിറ്റിത്തിരിയാ? അതിന് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടല്ലോ ഇവിടെ. ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പോലും ആളെ കിട്ടൂല. അല്ലാ, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. എന്താ? അല്ല, ഈ കള്ളന്മാരൊക്കെ വിളിച്ചെടുത്ത് ചായയും കാപ്പിയൊക്കെ കൊടുക്കലേ? ഈ മനുഷ്യന്മാരാണല്ലോ കള്ളന്മാരാകുക. അത് നേരാ, ഈ 4 കാലികളൊന്നും മോഷ്ടിക്കില്ല. 4 കാലികളെ ചില മനുഷ്യർ മോഷ്ടിക്കാറുണ്ട്. അപ്പൊ മൃഗീയത്വം മനുഷ്യരിലല്ലേ ഉള്ളത്? ഇപ്പോ നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നില്ലേ? ഓരോ പ്രാവശ്യം നിങ്ങൾ ജയിക്കുമ്പോഴും തോക്കുന്ന സമൂഹമാണ്, നഷ്ടപ്പെടുന്ന അവർക്കാണ്. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അത്യാവശ്യങ്ങൾക്കായി കരുതി വെക്കുന്ന വിയർപ്പും രക്തവും കണ്ണീരും കലർന്ന അവരുടെ സമ്പാദ്യം അല്പനേരത്തെ സൂത്രപ്പണി കൊണ്ട് നിങ്ങൾ കവർന്നെടുക്കുന്നു. മൃഗീയമല്ലേ അത്? സാരമില്ല, നിങ്ങൾ ഈ തൊഴിൽ തന്നെ തുടർന്നു. എന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കും. തമാശയാണെന്ന് തോന്നുന്നുണ്ടാവും. അല്ല, ഞാൻ തേടിയ വള്ളി എന്റെ കാലിൽ ചുറ്റിയിരിക്കുന്നു. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് നിങ്ങളെ ആയിരിക്കാം. സാർ, എന്താണ്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിടി കിട്ടിയപ്പോ മല മറച്ചാനെ. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ മോഷ്ടിക്കണം, പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. മുന്റെ കുടുക്കലപ്പൊ നമ്മൾ വന്നു വിട്ട് കാലം വരെ നമ്മൾ കട്ട് ഞമ്മക്കും വേണ്ടി തന്നെ. ഇപ്പൊ മൂപ്പർക്കും ഷെയർ വേണമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. അല്ല, സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരം പോലും നിഷേധിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം. ആരുടെ മുതലാണ് കയ്യേറേണ്ടതെന്നറിയാവോ? ഈ രാജ്യത്തിന്റെ സമ്പത്ത് ജനങ്ങളെയും സർക്കാരിനെയും നിയമങ്ങളെയും മറികടന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുതല് ആർക്ക് വേണ്ടി? പാവപ്പെട്ടവർക്ക് വേണ്ടി. ചെയ്യാം സാർ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണിപ്പോൾ. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പശ്ചാത്താപം അത് തന്നെ. തിരുത്താൻ ആരുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റിനുള്ള പശ്ചാത്താപം.
പക്ഷേ ഇനിയും അത് തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. എനിക്കും അന്നതറിയില്ലായിരുന്നു നീ. പറഞ്ഞു തരാനും തിരുത്താനും ആരെയും കണ്ടെത്തിയില്ല. 6-ാമത്തെ വയസ്സിൽ വയറ് വിശന്നപ്പോൾ ആദ്യത്തെ മോഷണം നടത്തി. ചോദ്യം ചെയ്ത എൻ്റെ അമ്മയുടെ മുമ്പിൽ നുണ പറഞ്ഞു. ആദ്യത്തെ നുണ. 1000 കള്ളങ്ങളിലേക്കും കളവുകളിലേക്കുമുള്ള യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു. അങ്ങനെ 35 വർഷം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിദഗ്ധമായ കളവുകൾ, ആർക്കും പിടികൊടുക്കാതെ, കീഴടങ്ങാതെ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ജന്മമാണ്, എന്നിലെ മനുഷ്യനാണ്. ഇനി അത് തിരിച്ചു കിട്ടില്ല. സർ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതല്ലേ? അതെ, പക്ഷെ നിങ്ങൾക്ക് തിരുത്താൻ ഇനി സമയമുണ്ട്. പറ്റുമോ? പറ്റുമോ? പറ്റും. അമ്മേ ഭഗവതി, ഞാൻ എന്റെ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോവാനാണ്? സഹോദര, ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കല്ലേ. അത് പറയാനടുത്ത് പറഞ്ഞാ മതി. വേഗം പൂട്ടിക്കട്ടെ വാടാ. ഇല്ല, പിള്ളേരുടെ അച്ഛൻ രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണിത്. ഇത് പൂട്ടി താക്കോല് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മുതലും പലിശ 1 മാസത്തിനകം കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ കൊള്ളാം. എന്റെ 2 പിള്ളേരെ ഓർത്ത് ഇത് ചെയ്യല്ലേ. നിങ്ങൾ കൊടുക്കാതിരിക്കാ ചെയ്യേ. ഞങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാൻ മാറില്ല. തള്ളേ, സണ്ണിച്ചായം പറഞ്ഞതാ. നിങ്ങൾ സമയം കളയാതെ വേറെ വഴി നോക്ക്. മാറാ. എന്നെ മക്കളെ റോഡ് ദണ്ഡിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ? തള്ളേ, ഒരുപാട് നാളായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. പണമിടപാടിന്റെ കാര്യത്തിൽ ഈ സണ്ണിക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. 1 മാസത്തിനുള്ളിൽ മുതലും പലിശ തന്ന് കടം വീട്ടിക്കൊള്ളാം. വെറുതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറെ നാളായല്ലോ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. സത്യമായിട്ട് തരാം. കേറി കിടക്കാൻ ഒരിടം ഇല്ലാത്തത് കൊണ്ടാ. തള്ളൊന്ന് മനസ്സ് വെച്ചാൽ കേറിക്കിടക്കാൻ നല്ലൊരു ബംഗ്ലാവ് തന്നെ പണിയാല്ലേ. അന്ന് ഞാൻ ആളെ പറഞ്ഞു വെച്ചപ്പോ അത്ര രസിച്ചില്ലല്ലേ? അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോ അവറ്റകളെയും കൊന്ന് ഞാനും ചാവും. അല്ലാതെ നിന്റെ ബംഗ്ലാവിൽ കയറി ഇറങ്ങാൻ എന്റെ മക്കളെ ഞാൻ സമ്മതിക്കില്ല. നേരം കളാതെ പൂട്ടി താക്കോല് കൊണ്ടുവാടാ. കരയാതെ മക്കളെ. സണ്ണി ഫൈനാൻസിയേഴ്സ്. എന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കാതെ ഞാനിവിടെ പണം കൊണ്ടിട്ടത്. ഇനിയിപ്പോ അവരുടെ മുഖത്തെ ഞാൻ എങ്ങനെ നോക്കും? കുറെയൊക്കെ മര്യാദ വേണ്ടേ? എന്നാ പലിശയെങ്കിലും തരിക. അതുപോലുമില്ല. അയാളെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ പണവും ചെലവാക്കി യുവമാര് കുടുംബസഹിത ഊരുറ്റുവാണോന്ന് ആർക്കറിയാം? എന്തൊരു കഷ്ടമാണിത്. കൊടുത്ത കാശിന് നടന്ന് കാലം തേഞ്ഞു. എന്റെ കാര്യം അത് തന്നെ. തിരിച്ചേണ്ട സമയം കഴിഞ്ഞിട്ട് മാസം 6 ആയി. നിങ്ങളൊക്കെ ഇങ്ങനെ ചേമ്പിലെ വെള്ളം പോലെന്നാ പറ്റില്ലെന്നേ. ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ ഹോട്ടൽ തുടങ്ങാൻ പോകുന്ന ഞാൻ കേട്ടു. നമ്മുടെയൊക്കെ പൈസ ഉണ്ടല്ലോ ആടി കളിയൊക്കെ കളിക്കുന്നേ. വിഡ്രോവലിന് വേണ്ടി വന്ന പാർട്ടികളോടൊക്കെ അടുത്ത മാസം വരാൻ പറഞ്ഞു. വെരി ഗുഡ്. താങ്ക് യു. പിന്നെ ഞാനിവിടെ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഓക്കെ. ഓക്കെ. എന്റെ മകളുടെ കല്യാണം ഈ മാസം 17-ാം തീയതി വെച്ചിരിക്കുകയാണ്. മാഷ് ഇങ്ങനെ ചൂടായിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ തന്ന രൂപയെല്ലാം ഓരോരോ ബിസിനസ്സിലായി മുടക്കിയിരിക്കുകയാണ്. റിട്ടേൺസ് വന്നാലേ രൂപ തിരിച്ചു തരാൻ പറ്റൂ. റിട്ടേൺസ് ഉണ്ടെങ്കിൽ തിരിച്ചു തരാമെന്നുള്ള വ്യവസ്ഥയിലല്ലോ ഡെപ്പോസിറ്റ് വാങ്ങിയത്. മാഷ് പറയുന്നതൊക്കെ ശരിയാ. തരാൻ തൽക്കാലം രൂപ വേണ്ടേ? കുറച്ച് ദിവസം കൂടി കഴിയാതെ ഒരു രക്ഷയില്ല. എനിക്കതൊന്നും അറിയണ്ട. പണം വാങ്ങിച്ചതിന് ഇതിന്റെ അകത്തുണ്ട്. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ അതും കൊണ്ടേ പോകും. അങ്ങനെ എന്നെ പറഞ്ഞേക്കാമെന്നൊന്നും കരുതണ്ട. എന്റെ കാശ് കിട്ടാതെ പോകുന്ന പ്രശ്നമേ ഇല്ല. കൊള്ളാം. അപ്പൊ മാഷ് കാശും കൊണ്ടേ പോകൂ. അതേടാ, ഞാൻ എന്റെ കാശും കൊണ്ടേ പോകും. മാഷക്ക് ഡെപ്പോസിറ്റ് കൊടുത്ത് പറഞ്ഞുവിട്. നടക്കടോ, ഇങ്ങോട്ട് കാശ് ഞാൻ തരുന്നുണ്ട്. നടക്കടോ.
അല്ല, വിടാനല്ലേ മനസ്സിലാവില്ലേ? നടക്കടോ. അല്ലെങ്കിൽ ഞാൻ തരുന്ന കാഴ്ച തരാം വാ. വരൂ ഇരിക്കും. നോ താങ്ക്സ്. സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. ഞങ്ങൾ ഗോവിന്ദ് മൽഹോത്രയുടെ അടുത്ത പരിചയക്കാരാണ്. ഞാൻ സുമൻ, ഇത് ജീവൻ. ഒരു ബിസിനസ് പാർട്ട്ണറെ ആവശ്യമുണ്ടെന്ന് സാർ പത്രത്തിൽ കൊടുത്ത അഡ്വർടൈസ്മെന്റ് മിസ്റ്റർ മൽഹോത്ര കാണാനിടയായി. താങ്കളുമായി സംസാരിക്കാൻ അദ്ദേഹം ബോംബെയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മിസ്റ്റർ മൽഹോത്ര എവിടെ താമസിക്കുന്നു? ജനീവ ഇന്റർനാഷണൽ. സാറുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ ഞങ്ങളെ പറഞ്ഞുവിട്ടിരിക്കുക. ഓഹോ, ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് മിനിമം ഒരു 3 കോടി രൂപയെങ്കിലും ചെലവ് വരും. അതിന്റെ 50% എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ണറെയാണ് എനിക്ക് ആവശ്യം. സാറിന് ഫുൾ എമൗണ്ട് ആയ 3 കോടി രൂപ ഇന്ന് വേണോ? ബിസിനസ് ഉറപ്പിച്ചാൽ ആ നിമിഷം അദ്ദേഹം എണ്ണി തരും. ഞങ്ങൾ വാങ്ങിച്ചു തരും. ആ അല്ല, ഇടപാട് ഞങ്ങൾ നടത്തി തരാം. അതിന്റെ ഒരു ഓ, കമ്മീഷൻ. സംശയിക്കാൻ എന്തിരിക്കുന്നു? അത് തീർച്ചയല്ലേ? അപ്പൊ ഉറപ്പിക്കാമല്ലോ. തീർച്ചയായും. ഇപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോട്ടെ. വൈകിട്ട് 4 മണിക്ക്. എക്സ്ക്യൂസ് മീ, ഫോൺ. ഓ